എറണാകുളം ജില്ലയിൽ 3 പേർക്ക് കൂടി H1N1 സ്ഥിരീകരിച്ചു. കരുമാലൂർ, ആലങ്ങാട് പഞ്ചായത്തുകളിലാണ് H1N1 ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ 46 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിരുന്നു. എസ് ശ്യാംകുമാർ ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ആലങ്ങാട്, കരിമാലൂർ പഞ്ചായത്തുകളിലാണ് കൂടുതലായി H1N1 രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 വൈദിക വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ഒരു ബാങ്കിലെ 2 ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 8 ജീവനക്കാർ നിരീക്ഷണത്തിലാകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും രോഗം സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ രോഗബാധിതരുടെ എണ്ണം ജില്ലയിൽ പല ഭാഗങ്ങളിലും കൂടുകയാണ്. ഡെങ്കിപ്പനിക്ക് പുറമെയാണ് H1N1 രോഗബാധ അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഈ ആലങ്ങാട് പഞ്ചായത്തിലും കരിമാലൂരിലും മാസ്ക് വെച്ച പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം പോലും നൽകേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇന്നലെ മാത്രം 48ലധികം കേസുകൾ, ഡെങ്കി കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഈ ഡെങ്കി കൊതുകുകൾക്ക് കൂടുതൽ അനുകൂലമാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കൂടുതൽ ഫോഗിംഗ് ഉൾപ്പെടെ, ഉറവിട മാലിന്യ നശീകരണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഏതായാലും കേസുകളുടെ എണ്ണം കൂടി വരികയാണ്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.